بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. اللهم افتح علينا فتوح العارفين بحكمتك وانشر علينا رحمتك وذكرنا ما نسيناه يا ذا الجلال والإكرام. ബഹുമാനിരെ, ഹദീസ് അതിനെ ക്രോഡീകരിക്കുന്നതിൽ മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ അതിനു വേണ്ടി എത്രത്തോളം കഠിനാധ്വാനം ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നാം ഈ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ മഹാന്മാർ ധാരാളം കിതാബുകൾ രചിച്ചിട്ടുണ്ട്, പല രൂപത്തിലുള്ള. അതിൽ നിന്ന് 8 നാം പറഞ്ഞു. 9ാമത്തത് മുസ്തദ്റക്ക് എന്ന് പറയുന്ന ഐറ്റം കിതാബുകളാണ്. മുസ്തദ്റക്ക് എന്താണ്? മുസ്തദ്റക്ക് എന്നാൽ ഹുവല്ലദീ ഉസ്തുദ്രിക ഫീഹി മാ ഫാത മിൻ കിതാബിൻ ആഖറ. അതാണ് മുസ്തദ്റക്ക്. ഒരു കിതാബിൽ ഒരു മുസന്നിഫ് ഒരു ഹദീസുകളെ ക്രോഡീകരിക്കുമ്പോൾ അവർ മാനദണ്ഡമാക്കിയ ഹദീസ് ക്രോഡീകരണത്തിനേക്ക് അവരെടുത്ത മാനദണ്ഡം, ആ മാനദണ്ഡം അനുസരിച്ച് അവർ രചിക്കാതെ പോയ, അവരുടെ കിതാബിൽ അവർ ഉൾപ്പെടുത്താതെ പോയ ഹദീസുകളെ ഒരുമിച്ച് കൂട്ടുക, കണ്ടുപിടിക്കുക. ഉദാഹരണം, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് അവരുടെ ജാമിഅയിൽ ഹദീസ് ക്രോഡീകരിക്കാൻ പ്രത്യേക നിബന്ധനയുണ്ട്. ആ നിബന്ധന പ്രകാരം ജാമിഅയിൽ ക്രോഡീകരിക്കാതെ പോയ ഹദീസുകളെ കണ്ടുപിടിക്കുക, എന്നിട്ടത് ക്രോഡീകരിക്കുക. അതുപോലെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് അവരുടെ സ്വഹീഹിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പ്രത്യേക മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അടിസ്ഥാനമാക്കി അവർ രചിക്കാതെ പോയ, വിട്ടുപോയ ഹദീസുകൾ ഏതുണ്ടോ അതെല്ലാം കണ്ടുപിടിക്കുക. അങ്ങനെ മഹാന്മാരായ പല മശായിഖന്മാർക്കും ഹദീസുകൾ കാണാതെ പോയിട്ടുണ്ട്. ഉദ്ദേശിച്ച ഹദീസുകൾ, അവർ നിബന്ധന വെച്ച ഹദീസുകൾ മുഴുവനും അവർ ക്രോഡീകരിച്ചിട്ടില്ല. ഇമാം ബുഖാരി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്വഹീഹിൽ ഞാൻ എൻ്റെ നിബന്ധനത്വതും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മുഴുവനും നിബന്ധനത്വതേ ഒന്നേ ഉള്ളൂ, എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. അങ്ങനെ ഉള്ള ഹദീസുകളെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് അത് ക്രോഡീകരിക്കുക. അങ്ങനെയുള്ള കിതാബുകൾക്കാണ് മുസ്തദ്റക്ക് എന്ന് പറയുന്നത്. ആ മുസ്തദ്റക്കിൽ ഏറ്റവും മശൂറായ മുസ്തദ്റക്കാണ് ബഹുമാനപ്പെട്ട അബൂ അബ്ദില്ലാ മുഹമ്മദ് ബിൻ അബ്ദില്ലാ എന്ന ഹാക്കിമുൻ നൈസാബൂരി എന്നവർ ഹാക്കിം. അവർ വഫാത്താകുന്നത് ഹിജ്റ 405 ഏകദേശം ഇമാം ബുഖാരിയേക്കാളും മുസ്ലിമിനേക്കാളും 100 വർഷത്തേക്കാൾ 100 ചില്ലാനം വർഷങ്ങൾ പിന്നീട് അവരുടെ കിതാബ് മുസ്തദ്റക്ക് അവർ തെരഞ്ഞെടുത്ത് ചെയ്തതെന്താ? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ നിബന്ധന ഒത്ത ഹദീസുകൾ നഷ്ടപ്പെട്ടു പോയത്, അവർ രചിക്കാതെ പോയതിനെ കണ്ടുപിടിച്ചു, അത് ക്രോഡീകരിച്ചു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ നിബന്ധന പ്രകാരം അവർ ക്രോഡീകരിക്കാത്തതിനെ ക്രോഡീകരിച്ചു. പിന്നെ അവർ രണ്ടാളുടെയും നിബന്ധന അല്ലെങ്കിലും സ്വഹീഹായ ഹദീസുകൾ, കാരണം സിഹത്തിനിക്ക് വേണ്ടതിൽ കൂടുതൽ നിബന്ധനയാണ് അവർക്കുള്ളത്. എന്നാൽ ആ മറ്റുള്ള മഹാന്മാരായ മുഹദ്ദിസീങ്ങളുടെ നിയമപ്രകാരം
സ്വഹിയായി വരുന്ന ഹദീസുകൾ അതും കണ്ടുപിടിച്ചു, അതും മുസ്തദറക്കിൽ ക്രോഡീകരിച്ചു. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മുസ്തദറക്കിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഖദ് സഅലനി ജമാഅത്തും മിൻ അയ്യാനി അഹ്ലിൽ ഇൽമി ബിഹാദിഹിൽ മദീനത്തി വൈരിഹാ. ഈ നാട്ടിലും, അവരുള്ള നാട്, ഈ നാട്ടിലും അല്ലാത്ത നാട്ടിലുമുള്ള ഇൽമുള്ള ആളുകൾ ഉള്ള നേതാക്കന്മാർ എന്നോട് ആവശ്യപ്പെട്ടു, അൻ നജ്മഅ കിതാബൻ യസ്തമിലു അലൽ അഹാദീസിൽ മർവിയത്തി ബിഅസാനീദ യഹ്തജു മുഹമ്മദ് ബിൻ ഇസ്മാഈൽ വ മുസ്ലിം ബിൻ അൽ ഹജ്ജാജ് ബിമിസ്ലിഹാ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും തെളിവിന് പിടിക്കുന്നതായ റിവായത്ത് ചെയ്യപ്പെട്ടതായ ഹദീസുകൾ ധാരാളമുണ്ടല്ലോ, അതിൻ്റെ മേലെല്ലാം ചുറ്റുന്ന ഒരു കിതാബ് നിങ്ങൾ ക്രോഡീകരിക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. കാരണം ബുഖാരിയിൽ കൊടുക്കാതെ പോയ ഹദീസുകൾ, ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ കൊടുക്കാതെ പോയ ഹദീസുകൾ, അത് നിങ്ങൾ ഒരുമിച്ച് കൂട്ടി ജമ്മു ചെയ്യണം എന്നോട് അങ്ങനെ ആവശ്യപ്പെട്ടു. അങ്ങനെ പറഞ്ഞു മൂപ്പര് പറയാണ്, വഅന അസ്തഈനുല്ലാഹ അലാ ഇഖ്റാജി അഹാദീസ റുവാതുഹാ സിഖാത്തുൻ. ഞാൻ അള്ളാഹുവിനോട് സഹായം തേടുന്നു ചില ഹദീസുകളെ പുറപ്പെടുവിക്കുന്നതിൻ്റെ മേലിൽ, അതിൻ്റെ റാവികളെല്ലാം സിഖത്തുകളാണ്. അതുപോലെ വഖദ് ഇഹ്തജ്ജ ബിമിസ്ലിഹാ അശ്ശൈഖാനി ഔ അഹദുഹുമാ. ഇമാം ബുഖാരിയോ ഇമാം മുസ്ലിമോ അതുപോലെ ഉള്ളത് കൊണ്ട് ലക്ഷ്യം പിടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളതായ ഹദീസുകളെ പുറപ്പെടുവിക്കുന്നതിൻ്റെ മേൽ ഞാൻ അള്ളാഹുവിനോട് സഹായം തേടുന്നു. ഈ വാർത്തയിൽ അന വഖദ് ഇഹ്തജ്ജ ബിമിസ്ലിഹാ എന്നാ പറഞ്ഞത്. അപ്പം അതിൽ നിന്ന് മനസ്സിലായി, ഇമാമിങ്ങൾ വളരെ വിശദീകരിക്കേണ്ട ആ പ്രയോഗം അതുപോലെയുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മനസ്സിലായി, ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും നേരെ സനദ് തന്നെ ആവണമെന്നില്ല. ഇവരുടെ ഹാക്കിം കുറേ പിന്നിലാണ്. ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സനദുകൾ പറഞ്ഞു അവസാനം എത്തിപ്പെടുന്നത് ബുഖാരി ഇമാമിൻ്റെ അതേ സനദുക്കോ ഇമാം മുസ്ലിമിൻ്റെ അതേ സനദിലേക്കോ എത്തിപ്പെട്ടോളണമെന്നില്ല. അവർ റിപ്പോർട്ട് ചെയ്ത ശൈഖന്മാരെ നിബന്ധനകൾ ഒത്താ മതി എന്ന് ആ വാക്കിൽ നിന്ന് പ്രത്യേകമായി മനസ്സിലാക്കപ്പെടാൻ പറ്റും എന്ന് ഇമാമിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് തദ്രീബുണ്ടല്ലോ, ആ തദ്രീബിൽ പ്രത്യേകമായി പറയുന്നതാ, വഖദ് ഇഅ്തനൽ ഹാകിമു ഫിൽ മുസ്തദ്റകി ബിളബ്തി സായിദി അലൈഹിമാ. ഇമാം ഹാക്കിം മുസ്തദ്റക്കിൽ പ്രത്യേകം പരിഗണിച്ചു ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഹദീസിനേക്കാൾ കൂടുതലുള്ളതിനെ ലബ്താക്കൽ കൊണ്ട്, ഒരുമിച്ച് കൂട്ടൽ കൊണ്ട്, അതിനെ ക്ലിപ്തപ്പെടുത്തൽ കൊണ്ട്, മിമ്മാ ഹുവ അലാ ശർത്തിഹിമാ ഔ ശർത്തി അഹദിഹിമാ ഔ സ്വഹീഹിൻ വഇല്ലം യൂജദ് ശർതു അഹദിഹിമാ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയ. സുയൂത്തി ഇമാം പറയാണ്, ഹാക്കിം മുസ്തദ്റക്കിൽ ഒരുമിച്ച് കൂട്ടിയ ഹദീസ് ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഷർത്തൊത്തത്, അല്ലെങ്കിൽ രണ്ടൊരാളെ ഷർത്തൊത്തത്, അല്ലെങ്കിൽ ഷർത്തൊത്തിട്ടില്ലെങ്കിലും ഫീ നഫ്സിഹി സ്വഹീഹായ ഹദീസ്, അതിനെ ജമ്മു ചെയ്യാൻ ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി വളരെയധികം കണിഞ്ഞ് ശ്രമിച്ചിട്ടുണ്ട്. മുഅബ്ബിറൻ അനിൽ അവ്വലി ബിഖൗലിഹി ഹാദാ ഹദീസുൻ സഹീഹുൻ അലാ ശർത്തി ശൈഖൈൻ. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും രണ്ടാളും നിബന്ധനത്തെ ഹദീസിനെ പറ്റിയാണ് ഹാക്കിമിൻ്റെ മുസ്തദ്റക്കിൽ ഹാദാ ഹദീസുൻ സഹീഹുൻ അലാ ശർത്തി ശൈഖൈനി എന്ന് പറയല്. മുസ്തദറക്ക് നോക്കിയാൽ കാണാം, അല്ലെങ്കിൽ ഷാഫി മദ്ഹബിലെ കിതാബുകൾ പ്രത്യേകിച്ചും മഹല്ലിൽ എടുത്ത് നോക്കിയാൽ കാണാം, റവാഹുൽ ഹാക്കിമു വഖാല ഹാദാ ഹദീസുൻ സ്വഹീഹുൻ അലാ ശർത്തി ശൈഖൈനി എന്ന് പറയുന്നതായിട്ട് കാണാം. ഔ അലാ ശർത്തിൽ ബുഖാരി ഔ മുസ്ലിമിൻ, അല്ലെങ്കിൽ പറയും ഇത് ബുഖാരിയുടെ ഷർത്തൊത്തതാണ്, അല്ലെങ്കിൽ ഇത് മുസ്ലിമിൻ്റെ ഷർത്തൊത്തതാണ് എന്നെല്ലാം പ്രത്യേകമായി പറയും. വഅനിസാനി, രണ്ടാമത്തെ വിഭാഗം
ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഷർത്തത്തതല്ല. അതിനെപ്പറ്റി ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി പറയും. എന്താ പറയല്? ഹാദാ ഹദീസുൻ സ്വഹീഹുൽ ഇസ്നാദി. ഈ ഹദീസ് ഇസ്നാദ് സ്വഹീഹായ ഹദീസാണ്. ഇമാം ബുഖാരിയും മുസ്ലിമിൻ്റെ നിബന്ധനൊത്തതല്ല എങ്കിലും ഹദീസിൻ്റെ ഇസ്നാദ് വളരെ കൃത്യമാണെന്ന് പറയലുണ്ട്. അപ്പം ഇങ്ങനെ ഹദീസുകൾ ജമ്മ് ചെയ്യാൻ ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും നിബന്ധനകളൊത്തു. ആ നിബന്ധന എന്ന് പറഞ്ഞതിനേക്ക് രണ്ട് അർത്ഥം ഉസ്താദന്മാർ വക്കലുണ്ട്, ഇമാമിങ്ങൾ വെച്ചിട്ടുണ്ട്. ഒന്നെന്താ, ബുഖാരി ഇമാമിൻ്റെ അതേ ഉസ്താദന്മാർ അല്ലെങ്കിൽ മുസ്ലിം ഇമാമിൻ്റെ അതേ ഉസ്താദന്മാർ അവരാണ് ഷർത്തുൽ ബുഖാരി ഷർത്ത് മുസ്ലിം എന്നതിൻ്റെ അർത്ഥമുള്ളത്. അല്ലെങ്കിൽ മുമ്പ് നാം വിശദീകരിച്ചതുപോലെ ഇമാം ബുഖാരിയുടെ ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിമിൻ്റെ നിബന്ധന എന്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ നിബന്ധനകൾ ഒത്തത് ഒന്നാമത്തെ തബക്കയിലുള്ളവരാണ്. എല്ലാവരും ഒരു ഉസ്താദിൻ്റെ കൂടെ ധാരാളം കൊല്ലം അവരെ കൂടെ ഇരുന്ന് അവരുടെ സ്വഭാവങ്ങൾ മുഴുവനും മനസ്സിലാക്കി അവരുടെ ഹദീസിൻ്റെ പറ്റി വിശദമായി പഠിച്ചവർ. ബുഖാരിയുടെ നിബന്ധന ഒന്നതാണ്. മുസ്ലിമിൻ്റെ നിബന്ധന എന്താ? കുറേ കാലമില്ലെങ്കിലും വളരെ സ്പഷ്ടമായി ആ ഉസ്താദിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ച മഹാന്മാർ. 1, 2 തബക്കയിൽ 5 തബക്കയായി നാം മുമ്പ് തിരിച്ചിട്ടുണ്ട്. ആ തബക്കകളിൽപ്പെട്ടവർ. അതോടുകൂടെ ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകമായി പറയുന്നൊരു വിഷയമാണ്, പലയിടത്തും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി ഹദീസ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇമാം മുസ്ലിം ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ സ്വഹാബിൻ്റെ വക്കൽ 2 സ്വഹാബികൾ ഹദീസ് റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഓരോരോ സ്വഹാബികളെ വക്കൽ നിന്നും ഈ 2 ആളുകൾ ഹദീസ് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെയുള്ളവരുടെ ഹദീസ് ഇമാം ബുഖാരിയോ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുള്ളൂ. ഇമാം ബുഖാരിക്ക് എല്ലാ തബക്കയിലും ഈ 2 ആളുകൾ വേണം. മുസ്ലിമിനിക്ക് 1-ാം തബക്കയിലും 2-ാം തബക്കയിലും അത്ര തന്നെ വേണമെന്നില്ല എന്നുള്ള വിശദമായ നിബന്ധനകളെല്ലാം മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ നിബന്ധനകൾ ഒത്ത ഹദീസുകൾ ഒന്നിരിക്കൽ അവർ അതേ റാവികൾ തന്നെ, അല്ലെങ്കിൽ ഇവരുടെ നിബന്ധനകൾ ഒത്ത ഹദീസുകൾ അത് മാത്രം ക്രോഡീകരിക്കാനാണ് ബഹുമാനപ്പെട്ട ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മുസ്തദ്റക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ധാരാളം ഹദീസുകൾ അതിലുണ്ട്. ആ ഹദീസ് ഓരോന്നിൻ്റെയും കിടപ്പും അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ 84-ാമത്തെ വയസ്സിലാണ് അത് ഉണ്ടാക്കിയത് എന്നും അതിൻ്റെ പേരിൽ തന്നെ ചില പോരായ്മകൾ ആ കിതാബിൽ വന്നിട്ടുണ്ട് എന്നും അവർ ധാരാളം ഹദീസുകൾ ദഈഫായ ഹദീസുകളെ പറ്റി പോലും സ്വഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർ സ്വഹീഹാണെന്ന് പറഞ്ഞത് മുഴുവനും അങ്ങനെ തന്നെ ആവണമെന്നില്ല. നഖാദീങ്ങളായ ഹദീസ് മാറ്റുരക്കുന്ന മഹത്തുക്കൾ അതിനെപ്പറ്റി വിലയിരുത്തിയിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കണം എന്ന് പ്രത്യേകമായി ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബുഖാരിയോട് തുല്യമായ ഹദീസാണെന്ന് പറഞ്ഞത് അധികവും തുല്യമായതല്ല, സ്വഹീഹല്ല, ദഈഫായത് വരേക്കും അതിൽ വന്നിട്ടുണ്ട്. അതെല്ലാം ഇമാമിങ്ങൾ പ്രത്യേകമായി റെഡിയാക്കി വച്ചിട്ടും അതിനെ പ്രത്യേകമായി അവർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇനിയൊരാൾ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് അതിൽ നിന്ന് സ്വഹീഹ് അല്ലാത്ത വേർതിരിക്കാൻ സ്വന്തമായി കിതാബുണ്ട്. ഇമാം ദഹബിക്ക് കിതാബുണ്ട്. ഹാക്കിമിൻ്റെ മുസ്തദറക്കിനെ സംബന്ധിച്ച് അതിൽ നിന്ന് സ്വഹീഹ് അല്ലാത്തതിനെയും സ്വഹീഹിനെയും വേർതിരിക്കുന്ന അതെല്ലാം നോക്കിയാൽ മതി. ഓരോരുത്തരും അതിനെ സംബന്ധിച്ച് വിലയിരുത്താൻ പോവണ്ട. കാരണം ഇന്നത്തെ ആളുകൾക്ക് സ്വഹീഹും സ്വഹീഹ് അല്ലാത്തതും വേർതിരിക്കാൻ യാതൊരു അർഹതയുമില്ല. ഇന്ന് വലിയ വലിയ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് ആദ്യം തന്നെ ബുഖാരി എടുക്കും, പിന്നെ മുസ്ലിം എടുക്കും. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? ബുഖാരിയിലെ ഇന്നാലിൻ്റെ ഹദീസുകളൊക്കെ ദഈഫാണ്, മുസ്ലിമിലെ ഇന്നാലിൻ്റെ ഹദീസുകളൊക്കെ ദഈഫാണ്. ഒരു സ്ഥലത്ത് ദഈഫ് എന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥലത്ത് സ്വഹീഹാന്നും പറയും. കാരണം അവർക്ക് അത്രേ അന്തമുള്ളൂ. അൽബാനി, ഉസൈമീൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അതിനു വേണ്ടി ഇറങ്ങുന്ന ആളുകളാണ്. ഹദീസുകൾ അവർക്കൊന്തൊരു ആശയമുണ്ടാകും. ആ ആശയത്തിനനുസരിച്ചൊക്കെ സ്വഹീഹ്, അവരെ ആശയത്തിനൊക്കാത്തൊക്കെ ദഈഫ് എന്ന് പറയുന്ന ഈ ഭാഗങ്ങളുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഹാക്കിമിനെ പറ്റി തുഹ്ഫയിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്ന രസമുള്ള വാക്കുണ്ട്. ഒരു ഇബാറത്ത് വായിക്കാം.
വതുസന്നുൽ ഇമാമത്തു ലിസ്സലാ വലികസ്തി തജമ്മുലി ലിൽ അഹാദീസിൽ കസീറത്തി ഫീഹാ. തലപ്പാവ് ധരിക്കൽ സുന്നത്താണ്. 2 ലക്ഷ്യത്തിന് വേണ്ടി, ഒന്ന് നിസ്കരിക്കാൻ വേണ്ടി തലപ്പാവ് സുന്നത്താണ്. തൊഫയുള്ള മസലയാണത്. അതുപോലെ ഒരു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ അഴകിന് വേണ്ടിയിട്ട്, ഭംഗിക്ക് വേണ്ടിയിട്ടും തലപ്പാവ് ധരിക്കൽ സുന്നത്താണ്. കാരണം ആ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. എന്നിട്ടോ തൊഴഫ പറയാണ് ആ ഹദീസുകളിൽ നിന്ന് അധിക ഹദീസുകളും ശക്തിയായ ലഈഫാണെങ്കിലും അത് ധാരാളം ത്വരീഖുകളിൽ കൂടെ വന്നത് കൊണ്ട് അത് ഹസനിൻ്റെ മർത്തബയിലേക്ക് ഉയരും. മുമ്പ് നാം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് സുന്നത്ത് തന്നെയാണ്. وزعم وضع كثير منها تساهل كما هو عادة ابن الجوزي هنا. ഇബ്നുൽ ജൗസിക്ക് മൗദൂഅത്ത് എന്ന കിതാബുള്ള ആളാണ്. അവര് മൗദൂ ഹദീസുകളെ ധാരാളം മൗദൂഅ് എണ്ണിയിട്ടുണ്ട്. അവരുടെ ഒരു ആദത്താണ് ഇബ്നുൽ ജൗസിന്റെ സ്വഹീഹായ ഹദീസുകളെ ലഈഫായി പറയാ, അല്ലെങ്കിൽ മൗദൂ ആണ് എന്ന് പറയാ എന്നുള്ളത് അവരുടെ ആദത്താണ്, ഒരു സ്വഭാവമാണ്. അപ്പം അവർ പറഞ്ഞിട്ടുണ്ട്, തലയെക്കെട്ട് കെട്ടുന്ന ഹദീസിന് പ്രേരിപ്പിക്കുന്ന ഹദീസുകൾ അധികവും മൗദൂ എന്ന് പറഞ്ഞിട്ട് ലഈഫിൻ്റെ അമലിനേക്കാളും മോശമായതാണ് മൗദൂ. ലഈഫ് എന്ന റാബികളിലുള്ള ചില പ്രശ്നങ്ങളാണ്. മൗദൂ പറഞ്ഞാൽ ഇല്ലാത്തത് കെട്ടി നിർമ്മിച്ചുണ്ടാക്കുന്നവരാണ്. മൗദൂ ആണെന്ന് ഇബ്നു ജൗസി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആദത്താണത്. ആ നിലക്കുള്ള തസാഹുലായി പറഞ്ഞതാണ്. അതുപോലെ والحاكم في التصحيح كما هو عادة ابن الجوزي والحاكم في التصحيح. തസ്ഹീഹിൽ ഹാക്കിമിൻ്റെയും സ്വഭാവം അതാണ്. ഹദീസ് സ്വഹീഹാണെന്ന് പറയുന്ന വിഷയത്തിൽ ഹാക്കിം റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഭാവം അതും തസാഹുലാണ്. അധിക ഹദീസ് പറ്റി സ്വഹീഹ് എന്ന് പറയും. അലാ തറാ ഇലാ ഹദീസ് യഅ്തമു തസ്ദാദു ഹിൽമാ. ഒരു ഹദീസാണ്. എഴുത്തമ്മോ, നിങ്ങൾ തലയെക്കെട്ട് തലപ്പാവ് ധരിക്കുക. തസ്ദാദു ഹിൽമ, തലയെക്കെട്ട് തലപ്പാവ് ധരിച്ചാൽ നിങ്ങൾ ഹിൽമ കൂടിയവരാകും, ഒതുക്കവും അമർച്ചയും കൂടിയവരാകും. തലക്കെട്ടിൻ്റെ ഫായിദയായി പറഞ്ഞ ഹദീസാണ്. ഈ ഹദീസിനെ പറ്റി ഇബ്നുൽ ജൗസി പറഞ്ഞു അത് മൗദൂആണ്. വൽഹാക്കിം ബിസിഹ്ഹത്തിഹി, അതേ ഹദീസ് സഹീഹാണെന്നാണ് ബഹുമാനപ്പെട്ട ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. യഅ്തമു തസ്ദാദു ഹിൽമ ഇതിനെ പറ്റി ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഹദീസ് സഹീഹാണ്. ഇബ്നുൽ ജൗസി പറയുന്നത് അത് മൗദൂആണ്. ഇബ്നു ഹജർ തങ്ങൾ ഇവർ രണ്ടാളെയും ഈ വാക്കിനെ സൂചിപ്പിക്കുന്നത് ഇസ്തിർവാഹം മിൻഹുമാ അലാ ആദത്തിഹിമാ, അത് രണ്ടാളുടെയും ആദത്ത് പ്രകാരം ഓരോരുത്തരും പറഞ്ഞ് സന്തോഷിക്കുകയാണ്. ഓരോരുത്തർ ഇബ്നു ജൗസിൻ്റെ സന്തോഷം ഒരു ഹദീസ് മൗദൂആണെന്ന് പറഞ്ഞതിലാണ്. ഹാക്കിമിൻ്റെ സന്തോഷം ഹാക്കിം ഒരു ഹദീസ് സ്വഹീഹാണെന്ന് പറയുന്നതിലാണ്. അത് അവർ പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ. സംഗതി ഹദീസ് ലഈഫാണെങ്കിലും ധാരാളം ത്വരീഖ് കൂടെ വന്നതുകൊണ്ട് ആ ഹദീസുകളെ കൊണ്ടെല്ലാം അമൽ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ മദ്ഹബ് പ്രകാരം വതുസന്നുൽ ഇമാമത്തു ലിസ്സലാത്തി വലികസ്തി തജമ്മുലി എന്ന് പ്രത്യേകമായി മസല വന്നത്. ഹദീസുണ്ട്, ഹദീസ് ലഈഫാണെങ്കിലും കുസ്റത്തു തുറുക്ക് കാരണം ആ ഹദീസ് സ്വഹീഹിൻ്റെ മർത്തബയിലേക്ക് ഉയർന്നിട്ടുണ്ട്. സ്വഹീഹിൻ്റെ അല്ല, സ്വഹീഹുൽ ഗൈരിഹിൻ്റെ അല്ലെങ്കിൽ ഹസനുൽ ദാത്തിഹിൻ്റെ മർത്തബയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തൊയ്ഫയിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. ഇത് തൊയ്ഫ ഞാൻ വായിച്ചത് 336 തൊയ്ഫയാണ് വഇന്നൽ ഹാകിമ തസാഹല അലാ ആദതിഹി ഫീ തസ്ഹീഹിഹി ഫളൻ അൻ ഖൗലിഹി ഇന്നഹു അലാ ശർത്തി മുസ്ലിം റക്അതാനി ബിസിവാകിൻ അഫ്ളലു മിൻ 70 റക്അത്തിൻ ബിലാ സിവാക്. ഒരു ഹദീസാണ്. മിസ്വാക്ക് ചെയ്തിട്ടുള്ള 2 റക്അത്ത് മിസ്വാക്ക് ചെയ്യാതെ നിസ്കരിക്കുന്ന 70 റക്അത്തിനേക്കാൾ പോരിശയാണ്, അഫ്സലാണ് എന്ന ഹദീസിനെ പറ്റി ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ആ ഹദീസ് ഷർത്ത് മുസ്ലിമിൻ്റെ മേലുള്ളതാണ്.
അത് അവരുടെ തസാഹുലാണ്. സംഗതി ഹദീസ് ലഈഫാണ്, മുസ്ലിമിൻ്റെ ഷർത്തിൻ്റെ മേലല്ല. പക്ഷേ ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി ധാരാളം ഹദീസുകൾ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഷർത്തൊത്തത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില്ലറ ഹദീസുകൾ ഷർത്തൊക്കാത്തതും സ്വഹീഹാണെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അത് മഹാന്മാരുടെ കിതാബുകൾ നോക്കി, അതിലെല്ലാം ധാരാളം കിതാബുകൾ ഇറങ്ങിയിട്ടുണ്ട്, അതിന് യോഗ്യരായ ഇമാമുകൾ രചിച്ചിട്ടുണ്ട്, അത് തന്നെ നോക്കേണ്ടതാണ്. അപ്പം മുസ്തദ്റക്ക് അവർ ചെയ്ത വലിയ ജോലി എന്താ? ബുഖാരിയും മുസ്ലിമും അവരുടെ നിബന്ധനത്തെ ഹദീസുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം എന്ന് പരിശോധിച്ചു. അതുപോലെ ഉണ്ടാക്കിയ ഹദീസാണ് കിതാബാണ് അൽ മുസ്തദ്റഖു അലൽ ബുഖാരി ഔ മുസ്ലിം. ബുഖാരി മുസ്ലിമിൻ്റെ മേലുള്ള മുസ്തദ്റഖ് ലി അബീ ദർരിനിൽ ഹർവി അൽ ഹാഫിള് അബ്ദു ബിൻ അഹ്മദ് അൽ മാലിക്കി 434 വഫാത്തായ ലക്ഷക്കണക്കിന് ലക്ഷത്തിലേറെ ഹദീസ് മനപ്പാടുള്ള ആളെ പറ്റിയ ഹാഫിള് പോലുള്ള ഇൻഷാ അല്ലാഹ് ചർച്ച വരുന്നുണ്ട്. ഹാഫിള് അബൂ ദർറുൽ ഹർവി എന്ന് പറയുന്ന മഹാൻ ബുഖാരി മുസ്ലിമിൻ്റെ മേലിലുള്ള മുസ്തദ്റഖ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ മുസ്തദ്റക്കായ ഹദീസുകൾ ധാരാളം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മത്തിനിക്ക് നഷ്ടപ്പെട്ടു പോവാൻ സാധ്യതയുള്ള ഹദീസുകൾ ഉണ്ടോ എങ്കിൽ അത് ക്രോഡീകരിക്കാൻ മഹാന്മാരായ ഇമാമിങ്ങൾ ഇറങ്ങുകയും കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. 10ാമത്തെ ഐറ്റം കിതാബ് മുസ്തഖ്റജ് എന്ന് പറയുന്നതാണ്. മുസ്തഖ്റജ് എന്ന് പറഞ്ഞാൽ ഒരു കിതാബിൽ ഒരു മഹാനായ ഇമാം ഒരു ഹദീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ആ ഹദീസിൻ്റെ ആ കിതാബിൻ്റെ അതേ അബ്വാബ്, അതേ കിതാബുകൾ, അതേ മത്നുകൾ എല്ലാം അതിൻ്റെ അതേ വഴിക്ക് പോവലോടുകൂടെ ആ ഇമാമിൻ്റെ ഹദീസുകളുടെ സനദുകൾ ആ ഇമാം കൂടാതെ സനദുകൾ വേറെ കണ്ടെത്തുക, എന്നിട്ട് ആ സനദുകളെ രേഖപ്പെടുത്തുക. അതിനേക്കാണ് മുസ്തഖ്റജ് എന്ന് പറയുക. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്വഹീഹ്, ആ സ്വഹീഹിൽ ഒരു ഇമാം ഒരു ഹദീസ്, ഇമാം ബുഖാരി ഒരു ഹദീസ് പറഞ്ഞു. ആ ഹദീസിനിക്ക് ഇനി വേറെ ഏതെല്ലാം സനദിൽ കൂടെ ഈ ഹദീസ് വന്നിട്ടുണ്ടോ അത് മുഴുവൻ കണ്ടെത്തുക, എന്നിട്ട് അത് രേഖപ്പെടുത്തുക. ബാബുകൾ, കിതാബിൻ്റെ ബാബുകൾ, കിതാബിൻ്റെ പോക്കുകൾ, ഹദീസുകൾ എല്ലാം ഒരേ തർത്തീബിലായിരിക്കണം. ഇപ്പം ബുഖാരി ഇമാമിൻ്റെ ഒരു തുണക്കാരൻ ഒരാൾ ബുഖാരി ഇമാമിൻ്റെ കിതാബ് നോക്കിയിട്ട് ബുഖാരി ഇമാം ഇടയിൽ കുടുങ്ങാതെ ബുഖാരി ഇമാമിൻ്റെ അതേ സനദിൽ കൂടെ വേറെ ഹദീസ് വന്നിട്ടുണ്ടെങ്കിൽ അത് പറയുക. അല്ലെങ്കിൽ ഉസ്താദിൻ്റെ മുകളിൽ വേറെ ഹദീസ് ഉണ്ടെങ്കിൽ അങ്ങനെ പറയുക. ആ സനദിനെ പറയുക, അതേ ഹദീസ് തന്നെ. അപ്പോൾ ഒരു ഹദീസിനിക്ക് തന്നെ ഉള്ള ധാരാളം സനദുകളെ കണ്ടെത്തുക. അൽ-ഇസ്തിഖ്റാജു അൻ യഅ്മിദ ഹാഫിളുൻ ഇലാ സ്വഹീഹിൽ ബുഖാരി മസലൻ ഫയൂരിദു അഹാദീസഹു ഹദീസൻ ബിഅസാനീദ ലിനഫ്സിഹി. കണ്ടില്ലേ, ഒരു ഇമാം ഒരു ഹാഫിള് നിയമമുണ്ട്. അൻ യഅ്മിദ ഹാഫിളുൻ, ഹദീസിനെ ഹാഫിളായ 1,00,000-ലേറെ ഹദീസ് മനപ്പാടമുള്ള മഹാൻ, അവർ സ്വഹീഹുൽ ബുഖാരിയിലേക്ക് കരുതുക. അതൊരു ഉദാഹരണമായി പറയാണ്. എന്നിട്ട് ബുഖാരി ഇമാമിലെ ബുഖാരിയിലുള്ള ഓരോരോ ഹദീസുകളെയും സ്വന്തം സനദോട് കൂടെ പറയുക. അതിൻ്റെ ഇടയിൽ ബുഖാരി കുടുങ്ങരുത്. വൈറ മുൽതസിമിൻ ഫിഹാ സിഖത്തർ റുവാത്ത്, ബുഖാരി ഇമാമിൻ്റെ അതേ കുവ്വത്തുള്ള റാവികളാവണമെന്നില്ല, റാവികൾ ഏതായാലും വേണ്ടില്ല. മിൻ ഗൈരി തരീഖിൽ ബുഖാരി ഇലാ അൻ യൽതഖിയ മഅഹു ഫീ ശൈഖിഹി ഔ ഫീ മൻ ഫൗഖഹു. സ്വന്തം ബുഖാരിയുടെ അതേ ഉസ്താദിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഉസ്താദിന് മുമ്പുള്ളിലേക്ക് എത്തണം. മുമ്പുള്ളതിലേക്ക് എത്താൻ നോക്കൽ, സ്വന്തം താഴെയുള്ളിലേക്കൊന്നും എത്താൻ കഴിയുന്നില്ലെങ്കിൽ
ബുഖാരി ഇമാമിൻ്റെ ഉസ്താദ് തന്നെ മൂപ്പര ഉസ്താദാണ്, അല്ലെങ്കിൽ ബുഖാരി ഇമാമിന് കുറേ താഴെയുള്ള ആളാണ് മുസ്തഖ്റജ് ഉണ്ടാക്കുന്നത് എങ്കിൽ ആ മുസ്തഖ്റജിൽ അവരുടെ ഉസ്താദന്മാർ പോന്ന് ബുഖാരി ഇറങ്ങിക്കൂടാതെ ബുഖാരിൻ്റെ നേരെ ഷെയ്ഖിലേക്ക് എത്താൻ കഴിയണം, അല്ലെങ്കിൽ ഷെയ്ഖിലേക്ക് എത്താൻ കഴിയണം. ഷെയ്ഖിൻ്റെ ഷെയ്ഖിലേക്ക് സ്വന്തം ഷെയ്ഖ് ഒഴിവാക്കി എത്തണമെങ്കിൽ, ബുഖാരി ഇമാമിൻ്റെ നേരെ ഷെയ്ഖ് ഒഴിവാക്കി അതിൻ്റെ 1 2 മർത്തബ അപ്പുറത്തെങ്കിൽ അതിന് പ്രത്യേക ഫായിദ വേണം, ഉലുവുൽ ഇസ്നാദോ അതുപോലെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ വേണം, അല്ലാതെ പറ്റൂല. പക്ഷെ അവർ പറയുന്ന സനദുകൾ ബുഖാരി ഇമാമിൻ്റെ സനദിൻ്റെ അത്ര തന്നെ കുവ്വത്തുള്ളതോ ആവണമെന്നില്ലെങ്കിൽ ലഈഫായാലും കുഴപ്പമില്ല. കാരണം ബുഖാരി ഇമാമിൻ്റെ ഈ ഹദീസ് ഒരു സനദിൽ കൂടെയല്ല, പല സനദിൽ കൂടെ അത് വന്നത് കൊണ്ട് ആ ഹദീസ് 100% സ്വഹീഹന്നെയാണെന്ന് വരുത്തലാണ് ലക്ഷ്യമുള്ളത്. ധാരാളം ഇമാമിയങ്ങൾ അതിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ മുസ്തഖ്റജുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മുസ്തഖ്റജുകളിൽ വെച്ച് അധികവും മുസ്തഖ്റജുള്ളത് സ്വഹീഹുൽ ബുഖാരിക്കും സ്വഹീഹ് മുസ്ലിമിനുമാണ്. കാരണം അത് രണ്ടുമാണല്ലോ ഹദീസിൻ്റെ കിതാബിൽ ഉംദ മാനദണ്ഡമാക്കി വെക്കുന്നത്. അസിൽ അത് രണ്ടുമായത് കൊണ്ട് തന്നെ ബുഖാരിയുടെ മേലിലുള്ള മുസ്തഖ്റജ് ഉണ്ടാക്കിയ മഹാനാണ് അബൂബക്കർ അഹ്മദ് ബിൻ ഇബ്രാഹിമുൽ ഇസ്മായിലി. മുസ്തഖ്റജ് അബൂബക്കർ എന്ന് പറയും, ഈ മുസ്തഖ്റജുൽ ഇസ്മായിലി എന്ന പേരിൽ അറിയപ്പെടുന്ന കിതാബ്. അതുപോലെ അബൂബക്കർ അഹ്മദ് ബിൻ ബർഖാനി, അവർക്കും ബുഖാരിയുടെ മേൽ സ്വഹീഹ് ബുഖാരിയുടെ മേൽ മുസ്തഖ്റജ് ഉണ്ട്. അതുപോലെ ഇമാം മുസ്ലിമിൻ്റെ മുസ്തഖ്റജ് അത് ധാരാളമുണ്ട്. അതാ ഒന്നേതാ അബൂ ജാഫർ അഹ്മദ് നൈസാബൂരി, അവർക്കൊരു മുസ്തഖ്റജുണ്ട് മുസ്ലിമിൻ്റെ. അബൂബക്കർ മുഹമ്മദ് ബിൻ റജാഉ നൈസാബൂരി അവർക്കുമുണ്ട്. പിന്നെ ഈ അബൂബക്കർ മുഹമ്മദ് റജാഉ അൻ നൈസാബൂരി എന്ന് പറയുന്ന മഹാൻ ബുഖാരി ഇമാമിൻ്റെ ശരീക്കാണ്. ബുഖാരി ഇമാമിൻ്റെ മുസ്ലിം ഇമാമിൻ്റെ നൗബേശത മുസ്ലിം ഇമാമിൻ്റെ ശരീക്കാണ്, മുസ്ലിം ഇമാമിൻ്റെ ക്ലാസ്മേറ്റാണ്. അവനാണ് ഇമാം മുസ്ലിമിൻ്റെ കിതാബിലേക്ക് മുസ്തഖ്റജ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ അബൂബക്കർ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ ജൗസഖി, അവർക്കൊരു മുസ്തഖ്റജ് ഉണ്ട് മുസ്ലിമേക്ക്. അബൂ അവാന യാക്കൂബ് ബിൻ ഇസ്ഹാഖ് ഇസ്ഫിറായിനി, ലോകത്ത് അറിയപ്പെട്ട മുസ്തഖ്റജ് അബൂ അവാന എന്നുള്ള മുസ്തഖ്റജ് അബി അവാന എന്നുള്ള മഷൂറാണ്. ആ ഇന്ന് ലോകത്തിൽ ധാരാളം ലഭിക്കുന്ന കിതാബാണ് അബൂ അവാന മുസ്തഖ്റജ്. ആ അബൂ അവാദ് മുസ്ലിമിൻ്റെ മേലുള്ള മുസ്ലിം ഇമാമിൻ്റെ ഓരോരോ ഹദീസുകൾക്കും ആ സനദല്ലാത്ത വേറെ സനദിൽ കൂടെയും ഹദീസ് വന്നിട്ടുണ്ട് എന്ന് പറയാൻ ആ ഹദീസ് സനദുകൾ വേറെ പറയാം. മുസ്ലിം ഇമാമിൻ്റെ പ്രധാന ഉസ്താദാണ് യൂനുസ് ബിൻ അബ്ദുല്ല എന്നവർ. അവരെ തൊട്ട് അതുപോലുള്ള ധാരാളം മഹാന്മാരെ തൊട്ടും അബൂ അവാനയിലും ഹദീസിൽ പോയിട്ടുണ്ട്. അബൂ അവാന മുസ്ലിം ഇമാമിൻ്റെ ഒരേ ക്ലാസ്സിൽ ഒരേ ഷെയ്ഖിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടില്ലെങ്കിലും ഒരേ സമയത്ത് ഒരുമിച്ച് കൂടില്ലെങ്കിലും രണ്ടാൾ ഒരു ഉസ്താദ് ഓതിയിട്ടുണ്ട്. അബൂ അവാന എന്നവർ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ഇബ്നു ഹജർ അൽ അസ്കലാനി തങ്ങൾ അവരുടെ ഫത്ഹുൽ ബാരി പറഞ്ഞ വിഷയമാണ്. ഇന്ന അബൂ അവാന യഖൂലു ഫീ മുസ്തഖ്റജിഹി ബഅദ അൻ യസൂക തുറുക മുസ്ലിമിൻ കുല്ലഹാ മിൻ ഹുനാ ലിമുഖ്രിജിഹി സുമ്മ യസൂകു അസാനീദ യസ്തമിഉ ഫിഹാ മഅ മുസ്ലിമിൻ ഫീമൻ ഫൗക ദാലിക. അബൂ അവാൻ്റെ മുസ്തഖ്റജിൻ്റെ ശൈലി ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു തരികയാണ്. ആദ്യമായി മുസ്ലിം ഇമാമിൻ്റെ സനദുകൾ മുഴുവനും പറയും. അത് മുഴുവൻ പറഞ്ഞിട്ട് പറയും മിൻഹുന, ഇതുവരേക്കുമുള്ളതാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിമിൻ്റെത്. പിന്നെ മൂപ്പര സ്വന്തമായിട്ട് ലഭിച്ചത് അങ്ങനെ തുടർന്ന് സ്വന്തമായി പറയും. അതുപോലെ ചില സമയത്ത് ആദ്യം സ്വന്തം ത്വരീഖാണ് പറയും. എന്നിട്ട് പറയും ഇത് ഇവരെ പറഞ്ഞത് എൻ്റെ സ്വന്തം ത്വരീഖാണ്, ഇനി പറയാൻ പോകുന്നതാണ് ബുഖാരിൻ്റെത്, ഇനി പറയാൻ പോകുന്നതാണ് മുസ്ലിമിൻ്റെത് എന്ന് പറയും. ചില സമയത്തോടെ മിൻ ഹുന ലം യുഖ്രിജാഹു എന്ന് പറയും. ഇതുവരേക്കും അവർ രണ്ടാളും ഈ ഹദീസിനെ പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് അബൂ അവാന. ആ രണ്ടാളും എന്ന് പറഞ്ഞാൽ അത് ഇമാം ബുഖാരിയും മുസ്ലിമും ഇവർ രണ്ടാളുമല്ല. സാധാരണ അങ്ങനെ തോന്നിപ്പോലുണ്ട്.
കാരണം മുസ്ലിം ഇമാമിൻ്റെ സ്വന്തം കൂടെ പഠിച്ച അബുൽ ഫضൽ അഹ്മദ് ബിൻ സലമ എന്ന് പറയുന്ന മഹാൻ, അവർക്ക് ഒരു സ്വഹീഹുണ്ട്. ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹ് പോലെ ഒരു സ്വഹീഹുള്ള കിതാബ് ഉണ്ടാക്കിയ ആളാണ് മുസ്ലിം ഇമാമിൻ്റെ അതേ ക്ലാസ്മേറ്റായ അതേ പ്രായക്കാരനായ അഹ്മദ് ബിൻ സലമ എന്ന് പറയുന്ന മഹാൻ. അവരുടെ കിതാബിലും മുസ്ലിമിൻ്റെ കിതാബിലും ഇത് ഞാൻ എത്തിച്ചിട്ടില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളത്. ഇതുവരെ അവർ ഈ സ്ഥലത്ത് പറഞ്ഞിട്ടില്ല എന്നാണ്. ഈ ബുഖാരി മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അവർ രണ്ടിൻ്റെയും സ്വഹീ ബുഖാരിയുടെയും സ്വഹീ മുസ്ലിമിൻ്റെയും രണ്ടിനേക്കും മുസ്തഖ്റജ് ഉണ്ടാക്കിയ ആളാണ് അബൂ നുഐമിൻ ഇസ്ഫഹാനി എന്ന മഹാൻ, അബൂ അബ്ദുല്ലാഹി ബിൻ അഖ്റം എന്ന മഹാൻ, അബൂ ദർരിനിൽ ഹർവി എന്ന് പറയുന്ന മഹാൻ. അവർ ഹർവി നേരത്തെ പറഞ്ഞ് മുസ്തദ്റക് ഉണ്ടാക്കിയ മാതിരി മുസ്തഖ്റജും ഉണ്ടാക്കിയിട്ടുണ്ട്. അബൂ മുഹമ്മദിനിൽ ഖിലാൽ, അബൂ മസൂദ് സുലൈമാൻ ബിൻ ഇബ്രാഹിം അൽ ഇസ്ഫഹാനി, ഇവരെല്ലാവരും ബുഖാരിക്കും മുസ്ലിമിക്കും മുസ്തഖ്റജ് ഉണ്ടാക്കിയവരാണ്. അതുപോലെ അബൂബക്കർ ഇബ്നു അബ്ദാൻ സിറാജി എന്നവർക്ക് ഒരൊറ്റ കിതാബിലായും കൊണ്ട് ഒറ്റ കിതാബുണ്ട് ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും മുസ്തഖ്റജായിട്ട്. അതുപോലെ കൂടുതൽ മുസ്തഖ്റജ് ഉള്ളത് ബുഖാരിയുടെക്കും മുസ്ലിമിനുക്കുമാണ് എങ്കിലും അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അബൂദാവൂദിൻ്റെ സ്വഹീഹ് സുനന്, തുർമുദിയുടെ ജാമിഅ്, അബൂ നുഐമിൻ്റെ തൗഹീദ്, ഇതിനൊക്കെല്ലാം മുസ്തഖ്റജ് ഉണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ മലിക് ബിൻ ഐമൻ എന്നവർക്ക് അബൂദാവൂദിൻ്റെ സുനനിക്ക് മുസ്തഖ്റജ് ഉണ്ട്. അബൂ അലിയിനി തൂസി എന്നവർക്ക് തുർമുദി ഇമാമിൻ്റെ ജാമിഅനിക്ക് മുസ്തഖ്റജ് ഉണ്ട്. ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹുവിൻ്റെ തൗഹീദ് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ജാമിഅനെ വിശദീകരിച്ചു കൊടുത്ത്. ആ തൗഹീദിനിക്ക് അബൂ നുഐം എന്നവർക്ക് മുസ്തഖ്റജ് ഉണ്ട്. ഈ മുസ്തഖ്റജാത്തിൻ്റെ പ്രത്യേകമായ ഗുണം എന്താണ്? ആ ഗുണം അതുകൊണ്ട് ഹദീസുകൾ ബലപ്പെടും. ഒരു സനദിൽ കൂടെയല്ല, രണ്ട് സനദിൽ കൂടെയല്ല, പല സനദിൽ കൂടെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ആഹദായ ഹദീസുകളിൽ നിന്ന് മഷ്ഹൂറിൻ്റെയോ അസീസിൻ്റെയോ സ്ഥാനത്തേക്ക് ഉയരുന്നതാണ് എന്ന് വരുത്താൻ വേണ്ടിയാണ് അവരതിൻ്റെ പിന്നിൽ കൂടിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ തഹ്ദീബിൽ പറയാണ്, وحفظت منهم أكثر من 20 إماما ممن صنف المستخرج على مسلم. മുസ്ലിമിൻ്റെ പേരിൽ മുസ്തഖ്റജിനെ ക്രോഡീകരിച്ച തസ്നീഫ് ചെയ്ത 20 ഇമാമിങ്ങളെ ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം എന്ന് ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ പറയാണ്. മഹാന്മാരായ പല മുഹദ്ദിസീങ്ങളും പറയുന്നത് ഒരു അത്ഭുതമുണ്ട്. ഇമാം ബുഖാരിയുടെ മുസ്തഖ്റജാണ് മുസ്ലിം എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. സ്വഹീഹുൽ ബുഖാരിയുടെ മുസ്തഖ്റജാണ് മുസ്ലിം. അതുകൊണ്ടാണ് മുസ്ലിം ഇമാമിൻ്റെ പ്രധാന ഉസ്താദന്മാരിൽപ്പെട്ട ഒരാളാണല്ലോ ബുഖാരി ഇമാം. എന്നിട്ട് ആ ബുഖാരി ഇമാമിനെ തൊട്ട് ഒരൊറ്റ ഹദീസ് പോലും മുസ്ലിമിൽ പറഞ്ഞിട്ടില്ല. എന്താണ് കാരണം? മുസ്തഖ്റജാകുമ്പോൾ അത് പറയാൻ പാടില്ല എന്നുള്ള നമ്മൾ ചേർത്ത് വെച്ചല്ലോ. ആ ഇമാം ഏതൊരാൾക്കാണോ മുസ്തഖ്റജ് ഉണ്ടാക്കുന്നു ആ ഇമാമ് സനദിൽ കുടുങ്ങാതെ ഹദീസ് പറയണം. അങ്ങനെ പറഞ്ഞ ബുഖാരിയുടെ മുസ്തഖ്റജാണ് സ്വഹീഹ് മുസ്ലിം എന്ന് പറഞ്ഞവരുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു മുസ്തഖ്റജ് ആയതുകൊണ്ട് മുസ്തഖ്റജായ കിതാബിലുള്ള എല്ലാ ഹദീസുകളും അസിൽ കിതാബിൽ ഉള്ളതാവണമെന്നില്ല, അതിൻ്റെ ആശയമുണ്ടായാൽ മതി. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ പറയല്, ഏതെങ്കിലും മുസ്തഖ്റജ് എടുത്ത് നോക്കിയിട്ട് ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, ബുഖാരിൻ്റെ മുസ്തഖ്റജ് നോക്കിയിട്ട് മുസ്ലിമിൻ്റെ മുസ്തഖ്റജ് നോക്കിയിട്ട് മുസ്ലിമിലുണ്ട്, അബൂദാവൂദിൻ്റെ മുസ്തഖ്റജ് നോക്കിയിട്ട് അബൂദാവൂദിലുണ്ട് എന്ന് പറയാൻ പറ്റൂല. കാരണം ആ ആശയമുള്ള ഹദീസ് ഉണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ, അതേ ലഫ്ളുകൾ ഉള്ളത് എന്നർത്ഥമാക്കാൻ പറ്റൂല. ചിലപ്പോൾ മായനകൾക്കും മാറ്റം വരാം.
ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മാനകൾക്കും മാറ്റം വരാം. നേരെ മറിച്ച് മുസ്തഖ്റജ് അല്ലാത്തൊരൈറ്റുണ്ട്, മുഖ്തസർ എന്ന് പറയുന്ന പേരിൽ ബുഖാരിയിൽ നിന്നും മുസ്ലിമിൽ നിന്നും തിരഞ്ഞെടുത്ത് മുഖ്തസറായി കൊടുക്കുക. ചെറിയൊരു വിഷയത്തിൽ ഒരു കിതാബ് ഉണ്ടാക്കുക, ബുഖാരിയുടെ ഹദീസ് മാത്രം ക്രോഡീകരിച്ചിട്ട് അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ ഹദീസ് മാത്രം ക്രോഡീകരിച്ചിട്ട് അതിനെ സംബന്ധിച്ച് മുഖ്തസറാകുമ്പോൾ അസില് കിതാബിലുള്ള അതേ ആ ലഫ്ളുകൾ നക്കൽ ചെയ്യണം, അതേ മഅനാക്കുള്ളൂ നക്കൽ ചെയ്യണം. ലഫ്ളുകൾ മാറ്റാൻ തിരുത്തലുകൾക്ക് വിധേയമാക്കാൻ പറ്റൂല മുഖ്തസറാകുമ്പോൾ. മുസ്തഖ്റജാകുമ്പോൾ അവർ മറ്റൊരു സനദിൽ കൂടെ ഇതേ ആശയത്തിലുള്ള ഹദീസുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യമുള്ളത്. അതുകൊണ്ട് ഇതേ സനദിൽ കൂടെ ഉള്ളതായിരിക്കും വേണം. അവർ മുതൽ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഉസ്താദന്മാർ മുഖേന പോകുന്നതായിരിക്കും അധികവും. ബുഖാരി ഇമാമിൻ്റെ ഉസ്താദ് പരമ്പരകളിൽപ്പെട്ട ഏതെങ്കിലും ഒരാളിലേക്കുള്ള മറ്റൊരു പരമ്പര ഉദ്ധരിക്കലാണ് ലക്ഷ്യമുള്ളത്. അതുകൊണ്ട് മുസ്തഖ്റജിൽ ലഫ്ള് അതേമാതിരി ആവണമെന്നില്ല. അധികവും മഅനവക്കും ചിലപ്പോൾ മഅനവക്കാത്ത മുസ്ലിമിലുള്ളത് പോലെ തന്നെ മറ്റ് ഹദീസുകളും ഉണ്ടാവാം. അതുമായി ബന്ധപ്പെട്ട മുഖ്തസറാകുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഫറുബ്ബമാ നഖല മൻ ലാ യുമയ്യിസു ബഅള മാ യജിദുഹു ഫീഹി അനി സ്വഹീഹൈനി ഔ അഹദിമാ. സ്വഹീഹൈനെ തൊട്ടോ അല്ലെങ്കിൽ രണ്ടാമൊരാളെ തൊട്ടോ എത്തിക്കാത്ത ഒന്നിനെ വകതിരിവില്ലാത്തവൻ നക്കൽ ചെയ്തേക്കാം. വഹുവ മുഖ്തിഉൻ, അവൻ പേശോനാണ്. മുസ്തദ്റക്ക് നോക്കിയിട്ടായിരിക്കും, അല്ല മുസ്തഖ്റജ് നോക്കിയിട്ടായിരിക്കും അവൻ കാര്യം പറയാ. ഇത് ബുഖാരിയുള്ള ഹദീസാണ്, മുസ്ലിമുള്ള ഹദീസാണ്, അത് നോക്കിയപ്പോൾ കണ്ടോളുന്നില്ല. കലികൗനിഹി മിൻ തിൽക സിയാദാത്തി അല്ലതി ലാ വജൂദ ലഹാ ഫീ വാഹിദിൻ മിന സ്വഹീഹൈൻ. ബുഖാരിയിലോ മുസ്ലിമിലോ ഇല്ലാത്ത സിയാദാത്തിൽപ്പെട്ടതായിരിക്കും ചിലപ്പോൾ ആ കൊടുത്തിട്ടുള്ളത്. അതിനെപ്പറ്റി മുസ്തഖ്റജ് നോക്കിയിട്ട് ഇത് ബുഖാരിയുള്ളതാണെന്ന് പറയുന്നത് ശരിയല്ല, അത് തെറ്റാണ്. ഈ വിഷയം നാം കുറച്ച് കൂടുതലായി പറഞ്ഞത് മഹാന്മാർ ആയ ഇമാമിയങ്ങൾ ഈ ഹദീസുകൾ ലോകത്തിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ ഉള്ള ഹദീസുകൾക്ക് ഖുവ്വത്ത് നൽകാൻ അവരെത്രത്തോളം കഠിനാധ്വാനം ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് നന്മ പ്രദാനം ചെയ്യട്ടെ.